ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷിൽ ചാപ്റ്റർ 13 ആണ് എടുക്കുന്നത്. ഇഫ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം വരുന്നത്. ഇഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയമാണ് കേട്ടോ. പോയം എഴുതിയിട്ടുള്ളത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. അപ്പം റുഡ്യാർഡ് കിപ്ലിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വർക്കാണല്ലേ ജംഗിൾ ബുക്ക് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് ഈ ഒരു ജംഗിൾ ബുക്ക് എഴുതിയിട്ടുള്ള ആളാണ്, ഓതറാണ് നമ്മുടെ റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അദ്ദേഹം ഇംഗ്ലീഷിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയായിട്ടുള്ള ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയമാണ് നമുക്കിന്ന് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ഇഫ് എന്ന പോയം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇനി ഈ ഒരു കവിതയിൽ മെയിനായിട്ട് പറയാനുള്ളത് ലൈൻ ബൈ ലൈൻ നമുക്കതിൻ്റെ അർത്ഥം പറയാൻ പറ്റത്തില്ല. അതായത് എന്താണോ ഒരു ഇന്നർ മീനിങ് ആണ് എപ്പോഴും കവിതയിൽ പറയുന്നത് അല്ലേ. അപ്പോൾ അതേ രീതിയിൽ തന്നെയായിരിക്കും കവിത ഇവിടെ വിശദീകരിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ആദ്യത്തെ 2 ലൈൻസിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് when all about you are losing theirs and blaming it on you. അപ്പോൾ ഈ ഒരു 2 ലൈനിൽ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, ഒരു നല്ല മനുഷ്യനായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ കവി പറയാണ്, നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്നതാണെങ്കിലും എങ്ങനെയായിരിക്കണം? യു ഷുഡ് കീപ് കാം അല്ലേ. അതാണ് ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദെയേഴ്സ്. അതായത് എന്താണ്, നിങ്ങളൊരു പറ്റും ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശാന്തപ്രിയനായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ കൂളായിട്ട് ഇരിക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ ടെമ്പറമെൻറ്റ്, അതായത് നമ്മുടെ ദേഷ്യം അല്ലേ, അത് ലോസ് ചെയ്യരുത് എന്നാണ്. ദേഷ്യം അത് കൈവിട്ട് കളിക്കരുത് അല്ലേ. ഒരാൾ ദേഷ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, അത് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു എനർജീനെ വേസ്റ്റ് ചെയ്യണം അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിക്കണം. ഒരിക്കലും നമ്മൾ നമ്മുടെ ആ ഒരു ദേഷ്യം പുറത്തേക്ക് എടുക്കരുത് അല്ലേ. വേണ്ട സാഹചര്യം ഉണ്ടാവാം, പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ കൂടുതലും കൂളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കവി പറയുന്നത്. ഈവൺ ഇഫ് അതേഴ്സ് ബ്ലെയിമിങ് അസ് ഫോർ ദെയർ ഫോൾട്ട് അല്ലേ. എപ്പോഴാണെങ്കിൽ പോലും, അതായത് ഇവിടെ പറയുന്നുണ്ട് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദെയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. അതായത് ബാക്കിയുള്ളവർ, നിൻ്റെ ചുറ്റുമുള്ളവർ നിന്നെ ബ്ലെയിം ചെയ്യുമ്പോഴും ബ്ലെയിം ചെയ്യുമ്പോൾ കൂടെ നീ എന്തായിരിക്കണം, നിൻ്റെ ദേഷ്യം വിട്ട് കളിക്കരുത് എന്നാണ് കവിയുടെ പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാതെ നമ്മുടെ ദേഷ്യം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്രശ്നം വരുന്നത്? നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ സൊല്യൂഷനാണ് വേണ്ടത്. പക്ഷേ നമുക്ക് ഇത്തരത്തിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ദേഷ്യം എന്താണ്, അതിനെ ഇൻറ്റൻസിഫൈ ചെയ്യാനേ നോക്കത്തുള്ളൂ അല്ലേ. അത് ഒരിക്കലും ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി തരാൻ അത് ഒരിക്കലും ശ്രമിക്കത്തില്ല. വെൻ വി ആർ ഇൻ കൂൾ അല്ലേ, നമ്മുടെ ഹെഡ് കൂളാണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ നന്നായിട്ട് ചിന്തിക്കും, വൈസ്ലി നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ടഫ് സിറ്റുവേഷൻസിനെല്ലാം നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം നമ്മൾ അതെന്താണ് കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കവി പറയുന്നത് എന്താണ്, നിന്നെ ബാക്കിയുള്ളവർ ചുറ്റുള്ളവർ കളിയാക്കിക്കോട്ടെ, ബ്ലെയിം ചെയ്തോട്ടെ, എന്നിരുന്നാൽ പോലും നീ എപ്പോഴും കൂളായിട്ടിരിക്കാം, നിൻ്റെ കൺട്രോള് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നാണ് ആദ്യ 2 ലൈനിൽ കവി പറയുന്നത്. ഇനി നെക്സ്റ്റ് 2 ലൈൻസ് നമുക്ക് നോക്കാം. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് when all men doubt you but make allowance for their doubting too. അപ്പോൾ ഇവിടെ 2ാമത്തെ ലൈൻ എന്താ പറയുന്നത്? നമുക്ക് എപ്പോഴും നമ്മുടെ വിദ്യയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ. നമുക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യത്തിലെല്ലാം ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ്, നമുക്കറിയാം നമ്മൾ എന്തായിരിക്കും നമ്മുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്തായിരിക്കണം എന്ന് നമുക്കൊരു ദീർഘവീക്ഷണമൊക്കെ ഉണ്ടാവണം. എന്നിരുന്നാൽ പോലും ബാക്കിയുള്ളവർ അതിനെ ഇല്ലേ ഡൗട്ട് ചെയ്യൂ അല്ലേ. അതെന്താണ്, അവരതിനെ ചോദ്യം ചെയ്യും, ചിലപ്പോൾ നിന്നെ കൊണ്ട് അതിന് പറ്റുമോ, അങ്ങനെ കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞേക്കാം. പക്ഷേ എന്താണ്, നമ്മൾ അവരുടെ ആ ഒരു ഡൗട്ടിനെയും കൂടെ അലവൻസ് ചെയ്യുക. ഇവിടെ പറഞ്ഞല്ലേ, ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. നമ്മളത് കാര്യമായിട്ട് എടുക്കണം. എങ്ങനെയാണ് കാര്യമായിട്ട് എടുക്കേണ്ടത്? നമ്മുടെ
ലൈഫിലെ സക്സസ്സിന് വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യം നമ്മൾ എടുക്കുക. അതായത് അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഫസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഞാനിപ്പം ഇവിടെ ജീവിക്കുന്ന ജീവിതം ഇപ്പം ബാക്കിയുള്ളവർ എന്നോട് പറയുകയാണ്, എനിക്ക് തോന്നുന്നില്ല നീ ഇനിയിപ്പം അതിലേക്ക് ലൈഫിലേക്ക് എന്താണ് സെറ്റിൽഡ് ആവുമെന്ന് ബാക്കിയുള്ളവർ പറയും. അപ്പോൾ അതൊന്ന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അവർ നമുക്ക് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ടൊന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ലീവ് ഇട്ട് അങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് കേട്ടോ. അപ്പം ഒരിക്കലും നമ്മൾ ബാക്കിയുള്ളവരുടെ ഇടയിൽ ഡിസ്ഹാർട്ടൻഡ് ആയിട്ട് ഒരിക്കലും ഉണ്ടാവരുത്. പക്ഷെ നമ്മൾ അവരുടെ ആ ഒരു ലിറ്റിൽ ഡൗട്ടിനെ കൂടെ അത് ഒന്ന് തോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് നമ്മുടെ ഈ ഒരു ലൈഫിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വി ഷുഡ് എൻഷുർ ദാറ്റ് വി ആർ നോട്ട് ഡൂയിങ് സംതിങ് റോങ് നോയിങ്ലി ഓർ അൺനോയിങ്ലി, അല്ലേ? നമ്മൾ തീർത്തും അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് പോലും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു 2 ലൈനിലായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഒരു ലൈനിൽ എന്താ പറയുന്നത് നോക്കാം. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. അതായത് നമ്മൾ ഈ ഒരു ലൈനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ തീർച്ചയായിട്ടും വർക്ക് ഹാർഡ് ചെയ്യണം, അല്ലേ? എന്തായാലും എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് എയിം ചെയ്യുന്നതാണെങ്കിലും നമ്മൾ നമ്മുടെ മാക്സിമം ഇൻപുട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിൽ റിഗ്രറ്റ് അടിക്കരുത്. ചിലപ്പോൾ അത് എപ്പോഴും എല്ലാവർക്കും ഒരു ടൈമിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ പേഷ്യൻ്റ്ലി ക്ഷമയോട് കൂടെ നമ്മൾ എന്താണ് അതിനെ വെയിറ്റ് ചെയ്യണം, അല്ലേ? കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നോട്ട് ബി ടയേർഡ് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നോട്ട് ബി ടയേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും തളരാത്ത മനസ്സോടുകൂടെ, അതായത് അത്രയ്ക്കും ക്ഷമയോടുകൂടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്ഷമയോട് കാത്തിരിക്കുക. തീർച്ചയായിട്ടും അത് നമ്മളെ തേടി വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേയധികം റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്നതാണ്, അല്ലേ? ചിലർക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ മിസ്സാവുന്നത്. അപ്പം എങ്ങനെയാണ് ചിലർക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവുന്നത്? ഇതേപോലെ പേഷ്യൻസ് ആവാതിരിക്കുന്ന ടൈമിലായിരിക്കും, അല്ലേ? ഞാൻ ഇത്രയും ഇൻപുട്ട് കൊടുത്ത് എന്നിട്ട് പോലും എനിക്ക് വലിയ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ അവരെന്താണ് അവിടെ സംഭവിച്ചത്? ക്ഷമയില്ല അവർക്ക്. പെട്ടെന്ന് എല്ലാം ഇൻസ്റ്റൻ്റായി കിട്ടണം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് വലിയ വലിയ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് തട്ടി മാറ്റപ്പെടുന്നത്. അപ്പോൾ ഒരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അല്ലേ? വേവോളം കാത്തെങ്കിൽ ആവോളം കാക്കായിരുന്നു എന്നുള്ള രീതിയിലേക്ക്. അതായത് ഒരു കാക്കയുടെ പായസം വെച്ചിട്ടുള്ളൊരു കഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് പേഷ്യൻ്റായിട്ട് നമ്മൾ കാത്തിരിക്കുക, അല്ലേ? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു പ്രൊവേർബ് പറയുന്നുണ്ട്, ഹറി വിൽ ബുറി യു എന്ന്, അല്ലേ? അതെന്താണ്, പെട്ടെന്നുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് നടക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ. സോ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്താണ് ഈ ഒരു വരിയിൽ കവി ഉദ്ദേശിക്കുന്നത്, പേഷ്യൻസ് കീപ്പ് ചെയ്യുക, അല്ലേ? ക്ഷമ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ങാണ് നിങ്ങളുടെ ലൈഫിൽ എന്ന് പറയുന്നത്. ആൻഡ് ഓർ ബീയിങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. എന്താണ് ഇവിടെ എന്താ പറയുന്നത്? അതായത് എപ്പോഴും നമ്മുടെ ലൈഫ് എടുത്ത് നോക്കുന്നതാണെങ്കിൽ ജനങ്ങൾ എന്താണ് എപ്പോഴും കള്ളങ്ങൾ, അല്ലേ? ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളങ്ങൾ ബാക്കിയുള്ളവരെ കുറിച്ചിട്ട് പറയാം, അല്ലേ? പക്ഷേ നമ്മൾ ആ ഒരു കള്ളത്തിൻ്റെ മുകളിൽ ജീവിക്കാൻ ശ്രമിക്കരുത്. അതർ വേർഡ്സിൽ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ്, നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് പോകണം. ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്കായിരിക്കണം നമ്മുടെ ജീവിതം നയിക്കേണ്ടതെന്നാണ് കവി പറയുന്നത്. നമ്മളിപ്പം ഇവിടെ ഒരാളെ വഴിതെറ്റിക്കാനോ കള്ളത്തിലൂടെ വഴിതെറ്റിക്കാനോ ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ, വൺസ് ഒരു കള്ളൻ എന്താണ് എപ്പോഴും കള്ളനായിരിക്കും, അല്ലേ? അവനിപ്പോൾ എത്ര ഒരു നല്ല മാർഗത്തിലൂടെ നടന്നു കഴിഞ്ഞാലും ബാക്കിയുള്ളവർ എന്താണ് വിചാരിക്കുക, അവന് മോഷ്ടിച്ച ആളായിരുന്നു, തീർച്ചയായിട്ടും അവനെന്തായാലും അവൻ്റെ രക്തത്തിൽ അത് ഉണ്ടാവുന്നതായിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ വൺസ് ഒന്നും മിസ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അതിൻ്റെ രീതിയിലേക്ക് വഴിമാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താണ് എപ്പോഴും ട്രൂത്ത്ഫുൾ ആയിരിക്കുക, സത്യങ്ങൾ പറയാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. സോ ദി പീപ്പിൾ വുൾ അൾട്ടിമേറ്റ്ലി ഡിസ്കവർ ദി ട്രൂത്ത്, അല്ലേ? എപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാലും അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സത്യം നേരെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ
അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു മനസ്സിലാക്കിയെടുത്ത വ്യക്തി എന്താണ്, നമ്മളെ പിന്നീട് ഒരിക്കലും ബിലീവ് ചെയ്യൂല അല്ലേ. ബിലീവ് അസ് എനി മോർ അല്ലേ, ഡോണ്ട് ബിലീവ് അസ് എനി മോർ. എന്താ ഒരിക്കലും അവർ നമ്മളെ വിശ്വസിക്കൂല. സോ അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു സ്പീക്ക് ദി ട്രൂത്ത് അല്ലേ. എന്തുകൊണ്ടാണ് സത്യം പറയേണ്ടതിൻ്റെ ആവശ്യകത എന്ന് അതുകൊണ്ടാണ് കവി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓർ ബീയിങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ചിലപ്പം സത്യം എന്തായിരിക്കും, നമ്മളെ ഹേർട്ട് ചെയ്യും അല്ലേ, നന്നായിട്ട് നമ്മളെ വേദനിപ്പിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും പിന്നീട് അത് ആ ഒരു ടൈമിൽ പറയുന്ന വേദന മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമുക്കതിനെന്താണ്, കള്ളം പറയാതിൽ നിന്ന് രക്ഷിച്ചതിന് അല്ലേ, അല്ലെങ്കിൽ അത് കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു സത്യം പറയുമ്പോഴുള്ള ചില കാര്യങ്ങൾ സത്യം തുറന്ന് പറയുമ്പം വേദന ഉണ്ടാവുന്നത്. പക്ഷേ കള്ളം പറയുന്ന അത്ര അത് നമ്മളെ ബാധിക്കില്ല എന്നതാണ്. അപ്പോൾ എപ്പോഴും ട്രൂത്ത്ഫുള്ളായിരിക്കുക, സത്യം പറയാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് ലൈന് നോക്കാം. ഓർ ബീയിങ് ഹേറ്റഡ് ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ചിലർ നമ്മളെ എപ്പോഴും ഹെയ്റ്റ് ചെയ്യുക അല്ലേ, നമ്മളോട് ഇഷ്ടം കാണാതെ ഇരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് പക്ഷേ നമ്മളോട് ഒരാൾ ഇഷ്ടമില്ല അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഹെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഒരിക്കലും അതങ്ങനെ തിരിച്ച് കാണിക്കാതെ ശ്രമിക്കുക അല്ലേ. നമ്മൾ ശരിക്കും നമ്മളെ ശത്രുവിനോട് പോലും നല്ല രീതിയിൽ പെരുമാറാൻ നോക്കുക അല്ലേ. വി ഷുഡ് ഷോ അവർ ലവ് ആൻഡ് റെസ്പെക്ട് ടു അതേഴ്സ്. നമ്മൾ എന്താണ് ബാക്കിയുള്ളവരുടെ നമ്മുടെ ലവ് ആൻഡ് റെസ്പെക്റ്റ് ഒക്കെ കാണിക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ ഹൗ ഗുഡ് വി അല്ലേ. അപ്പം എന്താണ്, നമ്മളെ എത്രത്തോളം നന്നാവണം അല്ലെങ്കിൽ നമ്മളെ എത്രത്തോളം നല്ലതാണെന്ന് എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്നാലേ ബിൽഡ് ആവത്തുള്ളൂ. അപ്പം ഈ ഒരു ലോകത്തിൽ എടുത്തു നോക്കുന്നതാണെങ്കിൽ ഒരു സ്ത്രീയോ പുരുഷനോ ആരും തന്നെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഉണ്ട് അല്ലേ. സോ അതിനൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ഗുഡ് ക്വാളിറ്റി മേക്ക് ചെയ്യാം നമ്മളുടേതായിട്ട് തന്നെ. അതാണ് ഈ ഒരു ലൈനിൽ കവി ഉദ്ദേശിക്കുന്നത്. ഓർ ബീയിങ് ഹേറ്റഡ് ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ് അല്ലേ. നമ്മളിപ്പം ആരെങ്കിലുമൊക്കെ നമ്മളെ ഹേറ്റ് ചെയ്യാം, പക്ഷെ ഒരിക്കലും നമ്മളെന്താണ് അവരെ ഹേറ്റ് ചെയ്യാതിരിക്കുക, നമ്മൾ ഷോ ലവ് ആൻഡ് റെസ്പെക്റ്റ്. അങ്ങനെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ നോക്കാം. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഭാഗത്ത് എന്താ പറയുന്നത്, അതായത് ചില പേഴ്സൺസ് ഉണ്ടാവൂലേ, ചിലർ ബാക്കിയുള്ളവരോട് എങ്ങനെയാണ് നല്ല മനുഷ്യനായിട്ട് പെരുമാറും അല്ലേ, ടു ഗുഡ് എ പേഴ്സൺ. ചില സമയത്ത് ചില എന്താണ് സാധാരണക്കാരോട് കൂടെ ഇല്ല, വലിയ ബുദ്ധിജീവിയായിട്ട് സംസാരിക്കും. അതോ എന്തുകൊണ്ടാണ്, അവരെന്തോ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുന്നതാണെങ്കിൽ എന്താണ്, അത് ശരിക്കും ഒരു പ്രഹസനം പോലെ ആയിരിക്കും ചിലർക്ക് തോന്നുന്നത് അല്ലേ. നമ്മൾ ചിലവരോട് നന്നായിട്ട് സംസാരിക്കണം, ചിലർ എന്താണ് മാന്യമായിട്ടുള്ള രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ ടോക്ക് ചെയ്യാം നമുക്ക്. പക്ഷെ എന്നാലും ഈ ഒരു പ്രഹസനം ഷോ ഓഫ് ചെയ്യുന്ന പോലെ ഞാൻ ഇത്രയും വലിയ ആളാണെന്ന് കാണിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, അതായത് അവിടെ പോയിട്ട് നമ്മളോട് വാൺ ചെയ്യാണ്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോട്ട് ടോക്ക് ടു വൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് നിങ്ങൾ എന്താണ് ഇത്തരത്തിൽ വലിയ ഷോ ഓഫ് കളിക്കുന്നതാണെങ്കിൽ ഇത് ബാക്കിയുള്ളവർ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ എന്താണ് സൃഷ്ടിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ആൾക്കാർ നമ്മളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം നമ്മൾ തന്നെ പറയാറുണ്ട് അവന് വലിയ ജാടയാണ് അല്ലേ, അവന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഇതേപോലെ ഷോ ഓഫ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു വ്യക്തി നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കാതിരിക്കുക, അവരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. സോ അവരെപ്പോഴും എന്തെങ്കിലും കാര്യം, ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വാക്കുകൾ കൊണ്ട് തന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയും ചുറ്റും കൂടെ നിൽക്കുന്ന ആൾക്കാരും തമ്മിൽ എന്താണ് ഒരു കോമ്പറ്റീഷൻ മേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പം കവി ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാം, പക്ഷേ അതിലൊരു പ്രഹസനം ഷോ ഓഫ് കളിക്കരുത്. എന്താണ് എല്ലാവരോടും ഗുഡാവാം, പക്ഷെ ടു ഗുഡ് ആവരുത് അല്ലേ.
അല്ലെങ്കിൽ നന്നായിട്ട് ഞാൻ വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ രീതിയിലേക്ക് സംസാരിക്കരുത്. എപ്പോഴും നല്ലൊരു വ്യക്തിത്വം കീപ്പ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യും. എന്താണ് അത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കാൻ തന്നെ കാരണമാവുമെന്ന് കവി പറയുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ഡ്രീം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ ഡ്രീംസിനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്നാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ എന്തെങ്കിലും വലിയ സംതിങ് വലുതായിട്ട് ബിഗ്ഗറായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താണ്, ആ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ചൊരു സ്വപ്നം ഉണ്ടായിരിക്കണം അല്ലേ. എനിക്ക് ഈ നെക്സ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇരിക്കണം അല്ലേ, അതിൽ വലിയ പൊസിഷനിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഫസ്റ്റ് അതിനെ ഡ്രീം ചെയ്യണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം പോയിന്റ്സ് നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രീമിലേക്ക് പോകരുത് അല്ലേ. ശരിക്കും നമ്മൾ ഈ ഒരു ചെയ്യാൻ പറ്റിയ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രീമിലേക്ക്, അതായത് അല്ലാതെ ഇപ്പം കഥകളിലും ഒക്കെ നമ്മൾ വായിക്കുന്ന ഫാൻറ്റസി ടൈപ്പ് ഡ്രീംസിലേക്ക് പോകരുത്. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഈ ഒരു ഫാൻറ്റസി വേൾഡും റിയൽ വേൾഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാതെ ഇരിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അതെന്താണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന കാര്യം നമുക്ക് ചെയ്യാൻ കഴിയാതെയായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, നമ്മൾ ശരിക്കും സ്വപ്നം കാണണം. പക്ഷേ എന്താണ്, നമ്മുടെ ഇത് അച്ചീവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ സ്വപ്നം കാണണം, അതിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം. ആ ഒരു സ്വപ്നം കൊണ്ട് തന്നെ അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ എപ്പോഴും ഒരു ദിവാസ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളായിട്ട് മാത്രം സ്വപ്നം മാത്രം കണ്ടു പോയാൽ പോരാ, അത് അച്ചീവ് ചെയ്യാൻ കൂടെ ശ്രമിക്കണം എന്ന് അത്രയേ ഉള്ളൂ ഈ ഒരു ലൈനിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്താണ്, ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. അപ്പോൾ എന്താണ്, നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അല്ലേ. പക്ഷേ അത് നമ്മുടെ ആ ഒരു ചിന്ത കൊണ്ട് അത് ചിന്ത മാത്രമായി പോകരുത്. അതായത് എന്താണ്, എപ്പോഴും നമ്മുടെ ചില ചിന്തകൾ നമ്മളെ മിസ്ലീഡ് ചെയ്യപ്പെടാം അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു എയിം ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്, പക്ഷേ ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, തോട്ട്സ് നമ്മൾ എയിം ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കും, ഡിറ്റാച്ച് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ആ ഒരു വേയിൽ നിന്ന് സ്കാറ്റർ ചെയ്യിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു എയിം സെറ്റ് ചെയ്തതാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, നെഗറ്റീവ് തോട്ട്സിന് അവിടെ ഒരു ഇത് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് 2 ലൈൻസ് നമുക്ക് നോക്കാം. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് 2 ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദി സെയിം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അതായത് നമുക്കറിയാം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ജയവും പരാജയവും, പിന്നെന്താണ് സങ്കടം, അല്ലെങ്കിൽ ഹാപ്പിനെസ്, ജോയും, നല്ല ദിവസങ്ങളും ചീത്ത ദിവസങ്ങളൊക്കെയുള്ള ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് അല്ലേ ലൈഫ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാൾക്ക് ജീവിതത്തിൽ സങ്കടം മാത്രമേ ഉണ്ടാവുക, എല്ലാത്തിനും മിക്സഡ് ഫീലിങ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏത് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും ആ ഒരു 2 സിറ്റുവേഷനിലെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അതിനെ രണ്ടിനെയും തുല്യ രീതിയിൽ തന്നെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുള്ളത്. സോ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ട്രംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് അല്ലേ. ഇവിടെ എന്താണ്, പേഴ്സോണിഫൈ ചെയ്യുന്നത് അല്ലേ, ഒരാളെ പേഴ്സണായിട്ട് ഇവിടെ ഈ ഒരു ട്രംഫിനെ ഡിസാസ്റ്ററിനെ കവിയുടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, 2 ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. 2 ഇമ്പോസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് പ്രിട്ടൻഡ് ചെയ്യുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ചീറ്റേഴ്സോ ഒക്കെ ആയിട്ടാണ് ഈ ഒരു 2 ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ചില ആൾക്കാർ എന്താണ്, അവരുടെ സക്സസ്സിൽ ഭയങ്കര അധികം സന്തോഷത്തിലായിരിക്കും. അപ്പം എന്താണ്, ആ ഒരു ടൈമിൽ അവർക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് അവർ മറന്നു പോകുന്നത്. സോ ചിലവരാണെങ്കിലോ ചെറിയ അച്ചീവ്മെൻറ്റ്സ് പോലും നല്ല രീതിയിൽ പ്രൗഡ് ചെയ്യുന്ന രീതിയിലേക്കുണ്ട് അല്ലേ. അപ്പം ഇത്തരത്തിൽ ഇങ്ങനെ വലിയ രീതിയിൽ പ്രൗഡ് ചെയ്യുമ്പോഴെന്താണ്, വലിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ അവർ മറന്നു പോകുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഹയർ ഗോൾസ് റെഡ്യൂസ് ചെയ്യാൻ ഇതിന് ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു ചീത്ത സമയത്താണെങ്കിൽ നോക്കുന്നതാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഫെയ്ത്ത് അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറയൂലേ. അത് നമുക്ക് എപ്പോഴും ചീത്ത സമയം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഡള്ളാവും. അപ്പം എപ്പോഴും നമ്മൾ ഈ ഒരു ഹൈ സക്സസ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അത്രയും ബേർഡ് ടൈം ആണെങ്കിൽ കൂടെ എന്താണ്, രണ്ട് കേസിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആവാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കവി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് കവി ഇവിടെ പറയുന്നത് 2 ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ട്രംഫും ഡിസാസ്റ്റർ എന്ന് പറയുന്നത് 2 ഇമ്പോസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ രണ്ടിനെയും സിമിലർലി അല്ലേ ഒരേ രീതിയിൽ പരിഗണിക്കണം. ഇത് നമ്മുടെ ഒരു കോയിൻ്റെ 2 വശങ്ങളാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. സോ ഹെൻസ് ഇൻ ഷോർട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ബീങ് ടു ഹാപ്പി ഓർ ടു സാഡ്, അത് ഏത് സർക്കംസ്റ്റൻസിലാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടിനെ സിമിലറായിട്ട് അപ്രോച്ച് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം 2 ലൈൻസ്. If you can bear to hear the truth you have spoken, twisted by nails to make a trap for fools. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ചില സമയത്തിൽ ടഫ് സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ടി വരുന്നല്ലേ. സോ എന്താണ് ഇത്തരത്തിൽ നമ്മളുടെ ഈ ഒരു സിറ്റുവേഷൻസിനെ, നമ്മുടെ ഈ ഒരു വാക്കുകൾ, നമ്മൾ പറയുന്ന വാക്കുകളെയോ നമ്മൾ ഉച്ചരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനൊക്കെ അല്ലേ ചില ആൾക്കാരെന്താണ് അതിനെ വ്യതിചലിപ്പിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ അങ്ങനെ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ടഫ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ട്രൂത്ത് ആയിരിക്കും പറയുന്നത്. ട്രൂത്ത് പറയുന്ന ടൈമിൽ ചില ഈ ഫൂളായിട്ടുള്ള ആൾക്കാർ നമ്മൾ പറയുന്ന കാര്യത്തിന് വ്യതിചലിപ്പിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 4 ഫ്രണ്ട്സായിട്ട് ഒരു കളി എല്ലാവർക്കും അറിയാലോ, ഒരു 4 ഫ്രണ്ട്സായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരാളൊരു വേർഡ് പറഞ്ഞു, അത് ആ ഒരു ഫസ്റ്റ് പറഞ്ഞ വേർഡിൽ നിന്ന് ലാസ്റ്റ് ഫ്രണ്ടിൻ്റെ ചെവിയിലേക്ക് എത്തുമ്പോൾ, അതായത് സീക്രട്ട് ആയിട്ടാണ് പറയുന്നത്, അത് ലാസ്റ്റ് ഇരിക്കുന്ന ആളുടെ കയ്യിലെത്തുമ്പോഴത്തേക്ക് ആ ഒരു ഫസ്റ്റ് പറഞ്ഞ വ്യക്തി പറഞ്ഞതായിരിക്കില്ല അല്ലേ ലാസ്റ്റുള്ള ആൾക്ക് എത്തുന്നത്. അത് പല രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുന്നത്. ചിലപ്പോൾ ഫസ്റ്റ് ഒരു വലിയ ലൈനായിരിക്കും പറഞ്ഞത്, ഇവിടെ എത്തുമ്പോഴേക്കും എന്താണ് ചെറിയ എന്തെങ്കിലും 2 പോയിന്റ്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ആ കഥയെ മാറിയിട്ടുണ്ടാവാം അല്ലേ. അത് ഓരോ പേഴ്സണിൻ്റെ, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഓരോ പേഴ്സണിൻ്റെ മാനസികാവസ്ഥ പോലെ ഇരിക്കും ലാസ്റ്റ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്നത്. അപ്പോൾ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചില ടഫ് സിറ്റുവേഷനിൽ വ്യതിചലിച്ച് പോവാം അല്ലേ. അപ്പോൾ അതിനൊക്കെ ഫേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് വരുന്നത്, ഈ ഇത്തരം ഘട്ടത്തിൽ നമ്മൾ എപ്പോഴും ട്രൂത്ത്ഫുൾ ആയിരിക്കും. നമ്മൾ ശരിക്കും സത്യം പറയാൻ വേണ്ടി ശ്രമിക്കുക, അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ കഴിയുക. അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നതിനനുസരിച്ച് നമ്മളതിന് ബാക്കിയുള്ളവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മൾ കറക്റ്റ് നമ്മുടെ വേക്ക് വേണ്ടിയിട്ടുള്ള പാത്ത് പേവ് ചെയ്യാം നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് 2 ലൈൻസ് നമുക്ക് നോക്കാം. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, നമ്മളെപ്പോഴും ഉണ്ടല്ലോ നമ്മളിപ്പം ചില ടഫ് സിറ്റുവേഷനിൽ ഇരിക്കുന്നതാണെങ്കിലും നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ ഫേവറേറ്റ് തിങ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, അത് എത്രത്തോളം എഫേർട്ടിലാണ് എന്നൊക്കെയുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു ലൈഫിൻ്റെ ഏതെങ്കിലും പാർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ നോക്കണം. സോ ഇത്തരത്തിൽ ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ പോയിറ്റ് നമുക്ക് നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അത്രയും വലിയൊരു സക്സസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. സോ എപ്പോഴും കൂളായിരിക്കുക, ഇത്തരത്തിലുള്ള ടഫ് സിറ്റുവേഷനിൽ കൂളായിരിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. പക്ഷെ എന്നാലും ക്ഷമിച്ചിരിക്കുക. നമുക്ക് മെൻ്റൽ ടഫ്നെസ് ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ പേഷ്യൻ്റ് ആയിരിക്കുക, ക്ഷമിച്ചിരിക്കുമ്പോഴെന്താണ് അതിനെ നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ ഇവിടെ കവി ഈ ഒരു ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എപ്പോഴും പേഷ്യൻ്റ് ആയിരിക്കാം. നമുക്ക്
ഏറ്റവും വലിയ ഉയർന്ന പോസ്റ്റിലേക്ക് എത്തുന്നതാണെങ്കിൽ പോലെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുമ്പോഴേ എന്താണ് നമ്മുടെ ഈ ഇത്തരത്തിൽ കൂളായിരിക്കുന്നത് നമ്മളെ സഹായിക്കും. അപ്പം വൺസ് ഒരു സ്റ്റോറി ഉണ്ട്, ഇപ്പം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ന്യൂട്ടൻ്റെ അല്ലേ. ന്യൂട്ടൻ അന്ന് എഴുതിയിരിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ തിയറി എഴുതിയിരിക്കുന്ന അല്ലെ പല സിദ്ധാന്തങ്ങളും എഴുതിയിട്ടുള്ള ഒരു പേപ്പർ ഫയറിൽ അല്ലെ തീ കൊണ്ട് നശിച്ചു പോയി. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹം അത്രയും പേഷ്യൻ്റായി ഇരുന്ന് അദ്ദേഹം ഒന്ന് മുതലേ വീണ്ടും അദ്ദേഹം അത് റീബിൽഡ് ചെയ്തെടുത്തു. അപ്പം ഇങ്ങനെയാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ചില കാര്യങ്ങൾ ചില സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ അവിടെ നിന്നല്ലേ സ്ക്രാച്ചിൽ നിന്ന് വീണ്ടും തുടങ്ങാം. എന്നാൽ എന്താണ് അത്തരത്തിലുള്ളവർക്ക് എന്താണ് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് 4 ലൈൻസ് വെച്ചിട്ട് നോക്കാം. If you can make one heap of all your winnings and risk it on one turn of pitch and toss and loss and start again at your beginnings and never breathe a word about your loss. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അതായത് നമ്മൾ എപ്പോഴാണെങ്കിലും റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വി ഷുഡ് ബി ഏബിൾ ടു അക്യുമുലേറ്റ് ഓൾ വി ഹാവ് ആൻഡ് ടേക്ക് എ റിസ്ക് ഇൻ വൺ ടേൺ ഓഫ് ദ ഗെയിം ഓഫ് പിച്ച് ആൻഡ് ടോസ്. ഇതെന്താണ്? നമ്മൾ ടോസ് ചെയ്യുമ്പോഴും നമ്മളിപ്പം കോയിൻ ടോസ് ചെയ്യുന്ന ടൈമിലുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് അതിൽ 50-50 ചാൻസസാണ് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നല്ലതായിരിക്കാം അല്ലെങ്കിൽ ചീത്തയായിരിക്കാം എന്നുള്ള രീതിയിലേക്ക്. സോ അപ്പോഴെന്തായാലും നമ്മൾ എന്താണ് ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ ഒരു ഗെയിം തന്നെ നഷ്ടപ്പെട്ടുപോകാം. നമ്മുടെ കൈവശമുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാം. പക്ഷേ നമ്മൾ അതിനെ ആ ഒരു നല്ല ചിന്താഗതിയോടുകൂടെ തന്നെ ഒരു വേർഡും പറയാതെ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു നഷ്ടപ്പെട്ട കാര്യങ്ങളെ റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ലോസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ് ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ പോയിറ്റ് ടോക്ക് ചെയ്യുന്നത് എപ്പോഴും എന്താണ് ക്യാപ്പബിലിറ്റി ഓഫ് ടേക്കിംഗ് ബിഗ് റിസ്ക് അല്ലേ. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ റിസ്ക് എടുത്തവർ മാത്രമേ കൂടുതലായിട്ടും അച്ചീവ് ചെയ്തിട്ടുള്ളൂ എന്നതാണ് അല്ലേ. ക്യാപ്പബിലിറ്റി ഓഫ് ടേക്കിംഗ് ബിഗ് റിസ്ക് ടു അച്ചീവ് മച്ച് ഗ്രേറ്റർ സക്സസ്. അപ്പം എന്താണ് ഇത്തരത്തിൽ വലിയ സക്സസ് നേടിക്കഴിഞ്ഞാൽ പോലും നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു സക്സസ് കൂടുതലായിട്ട് ആഘോഷിക്കരുത്. ഒരു നല്ല രീതിയിൽ പരിമിതമായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ നടന്നു പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇത്തരത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴപ്പോലും നമ്മൾ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കുക എന്നതാണ്. നെക്സ്റ്റ് 4 ലൈൻസ് നമുക്ക് നോക്കാം. If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them hold on. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ ഒരു 4 ലൈൻസ് ിലൂടെ കവി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് സെയിം തീം തന്നെയാണ് കേട്ടോ. മെൻ്റൽ സ്ട്രെങ്ത്, നമ്മുടെ ഈ ഒരു വിൽ പവറും മെൻ്റൽ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു 4 ലൈൻസിലും പോയിട്ട് പറയുന്നത്. നമുക്ക് നമ്മുടെ ഈ ബോഡീനെ ഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ. അതാണ് ഹേർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യു കൊണ്ട് പറയുന്നത്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹേർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യു. ഇപ്പോഴാണ് അതായത് അത്തരത്തിൽ ഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് തന്നെ നഷ്ടപ്പെടുകയാണ് അല്ലേ. ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ എന്താണ് നമ്മുടെ കണ്ണ് ചുവക്കുന്ന അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഉണ്ടാവില്ലേ. ഒരു ഫുള്ളായിട്ടുള്ള നെർവൊക്കെ ഇതായി വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫോഴ്സ് ചെയ്യുമ്പോഴെന്താണ് കൂടുതലായിട്ട് നമ്മളെ ഓൾഡ് ഏജിലേക്ക് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ശാരീരികമായിട്ടുള്ള തളർച്ചയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വി ഷുഡ് കീപ്പ് ഓൺ വർക്കിംഗ് ഡ്രിവൺ ബൈ ദ പവർ ഓഫ് വിൽ അല്ലേ. നമ്മുടെ വിൽ പവർ കൊണ്ട് നമ്മൾ കൂടുതലായിട്ടും പോരാടി നിൽക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ടു ഹോൾഡ് ഓൺ കോമ്പലിങ് ദം ടു ഡു ദെയർ ജോബ്. എപ്പോഴും നമ്മുടെ ജോബ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബിഗ്ഗറായിട്ട് ഗ്രേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ
എപ്പോഴും എന്താ ശ്രമിക്കേണ്ടത്, നമ്മുടെ ബോഡീനെ ടയേർഡായിട്ട് അല്ലേ ക്ഷീണിക്കുന്നതിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുക, അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. സോ എപ്പോഴും ടഫ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ കൂൾ ഡൗൺ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക ആണ് ആ ഒരു 4 ലൈൻസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് 2 ലൈൻസിൽ എന്താണെന്ന് നോക്കാം. If you can talk with crowds and keep your virtue, or walk with kings nor lose the common touch. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മളെപ്പോഴും ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യൂ ഓർ വോക്ക് വിത്ത് കിങ്സ്, അതായത് നോർ ലോസ് ദ കോമൺ ടച്ച് അല്ലേ, ഇങ്ങനെയല്ലേ പറയുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സൊസൈറ്റിയിലുള്ള പലതരം ക്ലാസ്സിലുള്ള പല വർഗ്ഗങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് എപ്പോഴും ഒരു കീപ്പ് ഇൻ ടച്ച് വെക്കണം. അപ്പം വി ഷുഡ് ഏബിൾ ടു ടോക്ക് വിത്ത് കോമൺസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മുടെ മോറൽ വാല്യൂസും ആ ഒരു വെർച്യൂ ഒക്കെ ലോസ് ചെയ്യാതെ അല്ലേ നമുക്ക് എന്താണ് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നതായിരിക്കും. നമുക്കപ്പോൾ എന്താണ് രാജാവിൻ്റെ കൂടെ നടക്കാനോ ഈ ഒരു വിത്തൗട്ട് ഗോയിങ് ബിയോണ്ട് ദി റീച്ച് ഓഫ് ദ കോമൺ പീപ്പിൾ, അതായത് ലൈക്ക് എപ്പോഴും എല്ലാ രീതിയിലും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ നല്ല രീതിയിൽ ഒരാളോട് കോമൺ ആയിട്ട് നമ്മൾ ബിഹേവിയർ ചെയ്യുമ്പോൾ അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവും, ഇറ്റ്സ് റിയലൈസ് ദി റിയാലിറ്റി ആൻഡ് ഫീൽ ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. എന്തൊക്കെയാണ് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ റിയാലിറ്റിയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാജാവും കോമണറും എന്നാണ് ഈ രീതിയിൽ പറയുന്നത് അല്ലേ. അപ്പം എന്താണ് എല്ലാവരോടും സൊസൈറ്റിയിലെ എല്ലാ തലത്തിലുള്ളവരോടും നമ്മൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ പെരുമാറാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് നമ്മുടെ ഹയർ ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ എന്താണ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് 2 ലൈൻസ് നോക്കാം. If neither foes nor loving friends can hurt you, if all men count worth you but none too much. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ സെൽഫ് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതായത് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എനിമി ആയിക്കോട്ടെ ആർക്കും തന്നെ നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും പുറമെ നമ്മൾ എന്താണ് എല്ലാവരിലും ഒരു വി ഷുഡ് ഡെവലപ്പ് ദി ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലേ, എവറി വൺ അറൗണ്ട് അസ്, അതായത് നമ്മുടെ ഈ ഒരു ചുറ്റുപാടിലുള്ള എല്ലാവരുമായിട്ട് നമ്മൾ എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അത്തരത്തിൽ ഹെൽത്തി റിലേഷൻഷിപ്പിലൂടെ എന്താണ് നമ്മളെ ഹാം ചെയ്യുന്ന തരത്തിലേക്ക് ബാക്കിയുള്ളവർക്ക് എത്തപ്പെടാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യും, എത്ര ഹെൽത്തി റിലേഷൻഷിപ്പ് ആകുമ്പോഴെന്താണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാനും പറ്റില്ല, അവർക്ക് നമ്മുടെ ആ ഒരു ബൗണ്ടറീൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അങ്ങനെ എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റി റൈറ്റ് വേയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും, നമുക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് കേട്ടോ ഇവിടെ കൗണ്ട് വിത്ത് യു എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് കൗണ്ട് വിത്ത് കൊണ്ട് പറയുന്നത്. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് 2 ലൈൻസ് നോക്കാം. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ടൈമിൻ്റെ പ്രഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടൈം എന്താണ്, പ്രഷ്യസ് ആണ് അല്ലേ, അമൂല്യമാണ്. പോയി കഴിഞ്ഞ സമയത്തെ നമ്മൾ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. സോ എ മിനിറ്റ് ഇസ് ഫിൽഡ് വിത്ത് 60 seconds. എല്ലാവർക്കും അറിയാം അല്ലേ, 60 seconds ആണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. സോ ടൈമിന് ഇവിടെ മിനിറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ ഒരു ടൈം പോയി കഴിഞ്ഞ ടൈമിന് ഫൊർഗീവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, അല്ലെങ്കിൽ അതിനെ വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും ടൈമിന്.
വി ഷുഡ് യൂട്ടിലൈസ് എവറി മിനിറ്റ് ഓഫ് അവർ ലൈഫ് അല്ലേ. നമ്മുടെ ഓരോ മിനിറ്റിനെയും നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് കവി പറയുന്നത്. ആൻഡ് വിത്ത് പ്രൊഡക്റ്റീവ് വർക്കിലേക്ക് അല്ലേ, ഏതെങ്കിലും ഒരു മിനിറ്റിനെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഒരു 2 ലൈൻസിൽ കവി ഉദ്ദേശിക്കുന്നത്. ആൻഡ് വേസ്റ്റിംഗ് ടൈം ഈസ് നോട്ട് സംതിങ് വി ക്യാൻ അഫോർഡ് ഇൻ അവർ ഷോർട്ട് ലൈഫ് സ്പാൻ. എല്ലാവർക്കും അറിയാം നമ്മൾ എന്താണ് ഈ ഒരു ഭൂമുഖത്ത് നമ്മൾ നിൽക്കുന്നത് ചെറിയൊരു ഷോർട്ട് ലൈഫ് സ്പാനിലാണ് അല്ലേ. എത്ര കാലം നമുക്ക് നിൽക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും അറിയില്ല. ആ ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ നമ്മുടെ എല്ലാ ടൈമും ഏതൊരു സെക്കൻഡ് ആണെങ്കിൽ പോലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഒന്നും വേസ്റ്റ് ചെയ്ത് പോക്കാനില്ല എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് 2 ലൈൻസും കൂടെ പറയാന്നുണ്ടെങ്കിൽ, that is yours is the earth and everything that's in it, and which is more you will be a man my son. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫൈനലി നമ്മൾ എന്താണ് കംസ് ദ അച്ചീവ്മെൻറ്റ് ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഇഫ് വി ഫുൾഫിൽ ഓൾ ദി കണ്ടീഷൻ ദ മെൻഷൻ സോ ഫാർ. ലൈക്ക് എപ്പോഴും നമ്മൾ ഇവിടെ ഇത് നമ്മുടെ ഭൂമിയാണ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കുള്ളതാണ്. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ ഒരു വേൾഡിൻ്റെ ടോപ്പിലേക്ക് പോവാം, അതിൻ്റെ എല്ലാം റൂൾ ചെയ്യാനും പറ്റുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലേ. വി വിൽ ബി എ കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവുമില്ല. പക്ഷേ അതിനെ ചെയ്യുമ്പോഴും ടു ഡു സംതിങ് എന്താണ് ഗുഡ് അല്ലേ, നല്ലൊരു ബെറ്റർ പേഴ്സണാലിറ്റി ആയിട്ട് ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഈ ഒരു വേൾഡിൽ ജീവിക്കുക എന്നതാണ് വേണ്ടതെന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു കവിത പറയുമ്പോഴേ എനിക്കൊരു കാര്യം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളൊരിക്കലും ഈ പറയേണ്ട കാര്യമായിരുന്നു. അതായത് കിപ്ലിങ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ലാസ്റ്റ് ഈ ഒരു മൈ സൺ എന്ന് പറയുന്നത്. സോ അതാണ് ഈ ഒരു വരിയുടെ ലാസ്റ്റിലായിട്ട് അതൊന്ന് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ മൈ സൺ കൊണ്ട് പ്രതിപാദിച്ചിരിക്കുന്നത്, അതായത് പോയറ്റിന് അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മകന് ഇനി ഫ്യൂച്ചറിലേക്ക് വളർന്നു വരുന്ന വലിയൊരു വ്യക്തിത്വമായിട്ട് മാറേണ്ട ആളാണ്. അപ്പോൾ എന്താണ്, റൈറ്റ് വേയിലൂടെ കൂടെ നല്ല പാതയിലൂടെ മാത്രമാണ് മകൻ നടന്നു പോകേണ്ടതെന്ന് കവി ഇവിടെ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവന് വേണ്ടിയിട്ടുള്ളൊരു ഒരു വഴികാട്ടി എന്ന രീതിയിലേക്കാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. പക്ഷേ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു കവിത എന്താണ്, ഇത് കുറേ ആൾക്കാരെ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിരിക്കുന്ന എല്ലാ മാനിനും ഇൻസ്പയർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റൈറ്റ് വേയിലൂടെ എങ്ങനെ പോകാം എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് കവിത വരുന്നത്. നമുക്കിനി ഇവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും കൂടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. ചാപ്റ്ററിൽ നമ്മുടെ പോയത്തിൽ എന്താ കണ്ടിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പം കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു പോയത്തിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദെയർസ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ഇതെന്താണ്, ഈ ഒരു കവിതയിലെ ഫസ്റ്റ് 2 ലൈൻസ് ആണ് വരുന്നത്. ഇവിടെ കവി what does the poet mean by keeping or losing one's head? അതായത് കവി ഈ ഒരു ലൈൻസിൽ പറയുന്നുണ്ട് കീപ്പിംഗ് ഓർ ലോസിങ് വൺസ് ഹെഡ് എന്ന് അല്ലേ. കീപ്പ് യുവർ ഹെഡ് എന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ആൻഡ് ലോസിങ് എന്ന് ഇവിടെയും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ഈ ഒരു പോയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈൻസിലൂടെ കീപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിർത്തുക എന്നാണ് അർത്ഥം വരുന്നത്. ലോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നഷ്ടമാവുക, അതായത് വൺസ് ഹെഡ്. ഇവിടെ അതുകൊണ്ട് എക്സാക്ട് മീനിങ് എന്താണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ എക്സാക്റ്റ് ആയിട്ട് മീനിങ് വരുന്നത്? ഒരാളുടെ കീപ്പിംഗ് യുവർ ഹെഡ് എന്നുകൊണ്ട് കവി പറയുന്നത് കൂടുതലായിട്ടും നമ്മുടെ ആ ഒരു കമ്പോസ്ചർ അല്ലേ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാണ്. അതായത് എപ്പോഴും നമ്മുടെ ഹെഡ് കൂൾ ചെയ്തിരിക്കുക അല്ലേ. നമ്മളിപ്പം ടെൻസ്ഡ് ആവരുത്, അല്ലെങ്കിൽ ടെമ്പർമെൻറ്റ്, ഒരാളോട് ദേഷ്യപ്പെടരുത്, അതൊക്കെയാണ് ഈ ഒരു കീപ്പ് യുവർ ഹെഡ് കൊണ്ട് ഫസ്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസിങ് വൺസ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ദ സെയിം തിങ് തന്നെ അല്ലേ, പെട്ടെന്ന് പാനിക് ആവരുത്, കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഇറാഷണൽ ബിഹേവിയർ കാഴ്ചവെക്കരുത് എന്നാണ് കവി അവിടെ പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. വാട്ട് ഷുഡ് യു ഐഡിയലി ഡു വെൻ അതേഴ്സ് ഡൗട്ട് യുവർ ഡിസിഷൻ? അപ്പോൾ എന്താണ് നിങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങളുടെ തീരുമാനത്തെ, ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ, തീരുമാനം എന്നാണ് പറയുന്നത്. അപ്പം ബാക്കിയുള്ളവർ നിങ്ങളുടെ തീരുമാനത്തെ ഡൗട്ട് ചെയ്യുമ്പോൾ അല്ലേ, തീരുമാനത്തെ സംശയിക്കുമ്പോൾ, ഡൗട്ട് ചെയ്യുക വെച്ചാൽ സംശയം എന്നാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യാന്നാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് കവി പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കണം. ട്രസ്റ്റ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മൾ. പിന്നെ ആണെങ്കിൽ കൂടാതെ ഒരു കാര്യം കൂടെ കവി അതിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇവരിങ്ങനെ നമ്മളെ മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു അല്ലേ, ആ ഒരു വേർഡും കൂടെ അവിടെ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർ നമ്മളെ സംശയിക്കുന്നതാണെങ്കിൽ അവരുടെ സംശയത്തെ നമ്മൾ അലോ ചെയ്യണോ അല്ലേ. അതെന്താണ് അലോ ചെയ്യണം എന്ന് പറയുന്നത്? ബിക്കോസ് ചില സമയത്ത് നമുക്ക് ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സക്സസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബെറ്റർ ബിഹേവിയർ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വൈ ഷുഡ് വി നോട്ട് ട്രൈ ടു ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്? അപ്പോൾ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്? നമ്മൾ എന്തുകൊണ്ട് വളരെ നല്ലതായി, ടു ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായി കാണപ്പെടാനോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമാനായി സംസാരിക്കാനോ പാടില്ല എന്ന് കവി ഈ ഒരു കവിതയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? അതായത് ടു ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്താണ് എപ്പോഴും അല്ലേ നമ്മൾ ഹമ്പിളാണ് എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കൊരു നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡ് പറയാൻ ചില സമയത്ത് പറ്റത്തില്ല. പിന്നെ ആണെങ്കിൽ എന്താണ് ടു വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമാനായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ചില ആൾക്കാർ പറയും അവന് ഷോ ഓഫ് ആണ് അല്ലെ, പ്രഹസനാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് എന്താണ് ബാക്കിയുള്ളവർ അപ്രോച്ച് ചെയ്യാൻ മടിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ടു ഗുഡും ടു വൈസും ആയിരിക്കരുതെന്ന് കവി പറയുന്നത്. എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സെൽഫ് റൈറ്റീഷ്യസ് ആയിട്ട് ഇരിക്കണം. നമ്മളൊരു മോഡസ്റ്റിയും അല്ലെങ്കിൽ സിംപ്ലിസിറ്റിയും അല്ലേ, നമ്മുടെ ബിഹേവിയറിൽ സിമ്പിൾ മാൻ ആയിരിക്കണം, അല്ലെങ്കിൽ സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ പോയം അഡ്വൈസ് ഹാൻഡ്ലിങ് വെയിറ്റിംഗ് ആൻഡ് അക്യൂസേഷൻസ് ഓഫ് ലൈങ് ആൻഡ് ഹാട്രഡ്? അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു പോയത്തിലൂടെ എന്താണ് നിർദ്ദേശിക്കുന്നത്? അഡ്വൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ദേശിക്കുന്നത് ഹാൻഡ്ലിങ് വെയിറ്റിംഗ് അല്ലേ, എങ്ങനെ ക്ഷമ, എങ്ങനെ വെയിറ്റ് ചെയ്യാതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാത്തിരിപ്പ് അല്ലേ, എങ്ങനെയൊക്കെ കാത്തിരിക്കാം, അല്ലെങ്കിൽ അക്യൂസേഷൻ ഓഫ് ലൈങ് ആൻഡ് ഹാട്രഡ്, അതായത് കാത്തിരിപ്പ് എന്നുകൊണ്ട് ആ വിദ്വേഷം അല്ലേ എന്നീ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാനാണ് ഈ ഒരു കവിത നമ്മളെ ഉപദേശിക്കുന്നതെന്നാണ്. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് പിക്ക് ചെയ്താൽ മതി നിങ്ങൾ. ഇപ്പം എന്തൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്? ഒന്ന് വരുന്നത് വെയിറ്റ് ഇംപേഷ്യൻ്റ്ലി ആൻഡ് റെസ്പോണ്ട് വിത്ത് ലൈസ്. എന്താണ്? അക്ഷമനായിട്ട് ഇരിക്കുക, കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, നുണകൾ പറഞ്ഞ് പ്രതികരിക്കുക. അതായത് എന്താണ്? ക്ഷമയില്ലാതെ ഇരിക്കുക എന്നാണ് വെയിറ്റ് ഇംപാഷൻ്റ്ലി എന്ന് പറയുന്നത് അല്ലേ. ക്ഷമയില്ലാണ്ട് എപ്പോഴും കള്ളം മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണോ ഇതിൻ്റെ ശരിയായിട്ടുള്ള മീനിങ്? അല്ല അല്ലേ, ഈ ഒരു കവിത അത് പറയുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ബി പേഷ്യൻ്റ് അല്ലേ, ക്ഷമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കവിത നിർദ്ദേശിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. അവോയ്ഡ് ലൈങ് അല്ലേ, നുണ പറയാതിരിക്കുക, അതും നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട് കവി. ആൻഡ് റെസ്പോണ്ട് ടു ഹാട്രഡ് വിത്ത് ഹാട്രഡ്. മൂന്നാമത് എന്താ പറയുന്നത്? അതായത് എങ്ങനെയാണ് വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് തന്നെ മറുപടി നൽകുക എന്നാണ്. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടോ? ഇല്ല അല്ലേ, കവിതയിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയുന്നില്ല. ഇത് രണ്ടും ഓക്കെയാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് തെറ്റായതുകൊണ്ട് ഈ ഒരു എൻ്റയർ ഓപ്ഷനും തെറ്റായിരിക്കുകയാണ്. കാരണം കവിതയിൽ കവി എന്താ പറയുന്നത്? നമ്മളോട് വെറുപ്പിലൂടെ പെരുമാറിക്കഴിഞ്ഞാൽ പോലും നമ്മൾ അവരോട് എങ്ങനെയാണ് നമ്മൾ ലവ് ആൻഡ് റെസ്പെക്റ്റ് കാണിക്കുക എന്നാണ് കവിതയിൽ കവി പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇതും ഓപ്ഷൻ ബിയും തെറ്റാണ്. ഇഗ്നോർ വെയിറ്റിംഗ്, ലൈവ് ആൻഡ് നെസസറി ആൻഡ് റെസ്പോണ്ട് ടു ഹാട്രഡ് വിത്ത് കൈൻഡ്നെസ്. അപ്പോൾ എന്താണ് ഇഗ്നോർ വെയിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ കാത്തിരിപ്പിനെ ഒഴിവാക്കുക, വേണ്ടിയ സമയത്ത്
ജീവിതത്തിൽ എന്താണ് കള്ളം പറയുക. ലൈ വെൻ നെസസറി, നമുക്ക് വേണ്ടുന്ന ടൈമിൽ നമുക്ക് കള്ളം പറയാൻ പറ്റുന്നതായിരിക്കുന്നു. ആൻഡ് റെസ്പോണ്ട് ടു ഹേട്രഡ് വിത്ത് കൈൻഡ്നെസ്, അതായത് എന്താണ് ദയയോടുകൂടെ ആണല്ലേ വരുന്നത്. അതായത് എന്താണ് ഇവിടെ ഇഗ്നോർ വെയിറ്റിംഗ് അല്ലേ, കാത്തിരിക്കുന്നതിനെ മാറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ്, ഇഗ്നോർ ചെയ്യുക, തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഈ ഒരു പോയമ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആകെ കൂടെ എന്താണ് ഈ ഒരു ഭാഗം ശരിയാണ് അല്ലേ, റെസ്പോണ്ട് ടു ഹാട്രഡ് വിത്ത് കൈൻഡ്നെസ്, ബാക്കി രണ്ടിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്താണ്, സിയും തെറ്റാണ് ഓപ്ഷൻ വരുന്നത്. ഡി ആണ് പിന്നീട് കുറച്ചും കൂടെ. അപ്പോൾ എന്തായാലും 3 ഇല്ലെങ്കിൽ 4ാമത്തേത് എന്തായാലും ഉണ്ടാവാൻ നമുക്ക് നോക്കാം അല്ലേ. വെയിറ്റ് പേഷ്യൻ്റ്ലി അല്ലേ, ക്ഷമയോടെ കാത്തിരിക്കുക. അവോയ്ഡ് ലൈയിങ്, ഇതൊന്നുകൂടെ പറയുന്നത് ഒഴിവാക്കാം. ആൻഡ് ഡോണ്ട് ഗിവ് ഇൻ ടു ഹാട്രഡ്, എന്താണ് വെറുപ്പിന് വഴങ്ങരുത് എന്നാണ്. ഡോണ്ട് ഗിവ് ഇൻ ടു ഹാട്രഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാട്രഡ് എന്ന് വെച്ചാൽ വെറുപ്പ്, അപ്പോൾ അതിന് വഴങ്ങി കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത് ഫുള്ളും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ പറയുന്നത്. അപ്പോൾ അതിന് ഏതാണ്, ഡി ആണ് ഇതിൻ്റെ ഓപ്ഷന് ശരിയായിട്ടുള്ള ഓപ്ഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What is the meaning of the word imposter? Why is it used to describe triumph and disaster? അപ്പോൾ എന്താണ് ഇവിടെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് അല്ലേ, ഇമ്പോസ്റ്റർ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കവിതയിൽ എന്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രംഫും ഡിസാസ്റ്ററും. ട്രംഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയം, ഡിസാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം എന്നാണ്. ഇവിടെ ഇമ്പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വഞ്ചകൻ എന്നൊക്കെയാണ് നമുക്ക് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം ഈ ഒരു ഇമ്പോസ്റ്റർ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്, അതായത് ശരിക്കും ഇമ്പോസ്റ്റർ പറയുന്നത് ഒരാൾ മറ്റുള്ളവരൊരു മസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ, വഞ്ചിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഈ ഒരു പോയത്തിൽ എന്താണ് ട്രംഫും ഡിസാസ്റ്ററും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ 2 കാര്യങ്ങളും ഈ ഒരു വഞ്ചന അല്ലെങ്കിൽ ഇമ്പോസ്റ്ററിനെ തന്നെയാണ് കാണിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരാൾ വിജയിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയത്തിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് ആ ഒരു വിജയം ചിലവരെ ഓവർ കോൺഫിഡൻ്റ് ആക്കും അല്ലേ, ഓവർ കോൺഫിഡൻറ്റ്. ഇനിയിപ്പോൾ ദുരന്തത്തിൻ്റെ കേസിലാണെങ്കിലോ അതിനെ ഡീമോറലൈസ് ചെയ്യാന്ന് പറയും. അതായത് നമുക്ക് എന്താ കോൺഫിഡൻ്റ് ഇല്ലായ്മ ഉണ്ടാവും അല്ലേ, ഒരു ഹോപ്പില്ലാതെയല്ല, ഹോപ്പൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുക അല്ലേ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, രണ്ടും ഇമ്പോസ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത് കവിതയിൽ കവി. അപ്പം കവിതയിലൊരു ഇതുകൂടെ സജഷൻ കൂടെ നിർദ്ദേശം കൂടി കവി ഇതിന് ഉപരിയായിട്ട് ബദലായിട്ട് വെക്കുന്നുണ്ട്. എന്താണത് ആ ഒരു അഡ്വൈസ് വെക്കുന്നത്, അതായത് നമ്മുടെ ലൈഫിൽ എന്ത് ഗുഡ് ആൻഡ് ബാഡ് തിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈക്വലി അതിനെ ഫേസ് ചെയ്യാമെന്ന് അല്ലേ, രണ്ടിനെയും ഈക്വൽ ഇതോടെ നമ്മൾ അപ്രോച്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ആൻസറായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഷുഡ് വി ഡു ഇൻ ദ ഫേസ് ഓഫ് ഫെയിലിയർ അക്കോർഡിംഗ് ടു ദ പോയറ്റ്. അപ്പോൾ എന്താണ് ഫെയിലിയർ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പോയറ്റിൻ്റെ ആ ഒരു ഭാവനയിൽ പോയറ്റിനെ മുൻനിർത്തിയിട്ട് അല്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പരാജയം, ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയം ഉണ്ടെങ്കിൽ അല്ലേ നമ്മുടെ ജീവിതത്തിൽ. അപ്പം ഈ ഒരു കവിതയിൽ കൂടെ ഒക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു കാര്യം എന്താണ്, അതായത് ഇൻ ദ ഫേസ് ഓഫ് ഫെയിലിയർ നമ്മുടെ ഈ ഒരു പോയറ്റ് അഡ്വൈസ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ തീർത്തും ആ ഒരു സ്ക്രാച്ചിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക, ഫീനിക്സ് ഒരു പക്ഷീനെ പോലെ അല്ലേ, സ്റ്റാർട്ടിങ് എഗെയിൻ വിത്ത് ഡിറ്റർമിനേഷൻ അല്ലേ, അത്രയ്ക്കും ഡിറ്റർമിനേഷൻ കൂടെ നമ്മൾ ഒന്നും കൂടെ റീബിൽഡ് ചെയ്തെടുക്കാം. അപ്പം എന്താണ് ഇവിടെ നമുക്ക് നോക്കുന്നത്, ശരിക്കും എന്ത് തകർച്ചയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്താണ് സെറ്റ് ബാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കവി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. ആൻഡ് 7th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ when he says and not make dream your master. അപ്പം എന്താണ്
പോയറ്റ് നോട്ട് മേക്ക് ഡ്രീം യുവർ മാസ്റ്റർ. സ്വപ്നങ്ങളെ നിങ്ങളുടെ മുതലാളിയാക്കരുത്, അല്ലെങ്കിൽ മാസ്റ്റർ ആക്കരുത്, ഗുരു ആക്കരുത് എന്ന് പറയുന്നത് എന്താണ്? അതിലൂടെ എന്താണ് ആക്ച്വലി ഈ ഒരു പോയറ്റ് മീൻ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം ആക്ച്വലി എന്താണത് മീൻ ചെയ്യുന്നത് പോയറ്റ് ഇതിലൂടെ? അതായത് പോയറ്റ് പറയുന്നുണ്ട് അല്ലേ, നമ്മുടെ നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. അതിലൂടെ അദ്ദേഹം മീൻ ചെയ്യുന്നത് ഇപ്പം ഒരാളും തന്നെ അവരുടെ ഡ്രീംസിനെ അല്ലേ, അല്ലെങ്കിൽ അംബീഷനെ ഇത് കംപ്ലീറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ ഇതാക്കരുത് അല്ലേ. അത് എന്താണ്, നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യണം. സോ ആ ഒരു ഡ്രീമിനെ പെർസ്യൂ ചെയ്യണം നമ്മൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഒരു ഡ്രീമിനെ എന്താണ് ഡ്രീമിനെ നമ്മളുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പക്ഷേ അതിനധികമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് ഉപരിയായിട്ട് പ്രവർത്തിക്കാൻ നിൽക്കരുത്. നമ്മൾ എന്താണ് സ്വപ്നം കണ്ടത് അതിനെ കൈവരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമെന്നാണ് കവി പറയുന്നത്. So it's important to pursue dreams, but not to the extent that they become an obsession or hinder practicality and balance in life എന്നാണ് അവിടെ ആൻസർ എഴുതേണ്ടത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് തിങ്സ് വിത്ത് വോൺ ഔട്ട് ടൂൾസ് മീൻസ്. അപ്പോൾ ഇത് കവിതയിലുള്ള ഒരു ചെറിയ ലൈൻ ആണല്ലേ വരുന്നത്. ബിൽഡിംഗ് തിങ്സ് വിത്ത് വോൺ ഔട്ട് ടൂൾസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് വോൺ ഔട്ട് ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പഴകിയ ഉപകരണങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ പഴകിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വസ്തുക്കളെ നിർമ്മിക്കുന്നത് കൊണ്ട് എന്താണ് കവിതയിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ്. ഒന്ന് ഓപ്ഷൻ എ, യൂസിങ് ബ്ലണ്ട് ഓൾഡ് ടൂൾസ് ഫോർ കൺസ്ട്രക്ഷൻ. അതായത് പഴകിയ എന്താണ് നിർമ്മാണത്തിനായിട്ട് മൂർച്ചയുള്ള പഴകിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ബ്ലണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂർച്ചയേറിയിട്ടുള്ളതാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഇനി ഓൾഡ് ടൂൾസ് എന്ന് വെച്ചാൽ പഴകിയ, എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ എന്തെങ്കിലും നിർമ്മാണം ചെയ്യാൻ വേണ്ടി, ഇപ്പം കെട്ടിടം നിർമ്മിക്കാനാണെങ്കിലോ എന്തെങ്കിലാണെങ്കിൽ തന്നെ അതിൻ്റെ വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പുതിയ മൂർച്ചയുള്ള പഴയ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. അതാണോ ശരിക്കും ഇതിൽ മീൻ ചെയ്യുന്നതല്ല അല്ലേ? ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല, ഒരു ഇൻഡയറക്റ്റ് വേയിലൂടെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഗിവിങ് യുവർ എവറിത്തിങ് ഡെസ്പൈറ്റ് ഫെയിലിംഗ് ബിഫോർ. അതായത് മുമ്പ് പരാജയപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാം നൽകുക എന്നതാണോ ഉദ്ദേശിക്കുന്നതെന്ന്? അതുമല്ല അല്ലേ ഇതിൻ്റെ അകത്തുള്ളത് വരുന്നത്. പിന്നെന്താണ്, ഫൈൻഡിങ് എ മിഡിൽ വേ ഔട്ട് ഇൻ ദ ഫേസ് ഓഫ് കോൺഫ്ലിക്റ്റ്. അതായത് സംഘർഷം ഉണ്ടാവുന്ന അവിടെ വെച്ച് പകുതിയിൽ നിന്ന് മുങ്ങുക അല്ലേ, പകുതിയിൽ നിന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യേണ്ടത്? അതുമല്ല. അപ്പോൾ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ലാസ്റ്റ് വൺ ആയിരിക്കാം. ഹെൽപ്ലെസ്ലി ട്രൈങ് ടു ഫിക്സ് തിങ്സ് വിച്ച് കനോട്ട് ബി ഫിക്സഡ്. അതായത് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പരിഹരിക്കാൻ നിസ്സഹായതയോടെ ശ്രമിക്കുക എന്നതാണ് വോൺ ഔട്ട് ടൂൾസ് കൊണ്ട്, ബിൽഡിംഗ് തിങ്സ് വിത്ത് വോൺ ഔട്ട് ടൂൾസ് കൊണ്ട് കവിതയിൽ കവി ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. What do the words hurt, sinew and nerve mean? ഇവിടെ സിന്യു നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഡികൾ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ. അപ്പം ഇവിടെ ഹാർട്ട് അല്ലേ, ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം അല്ലെങ്കിൽ നാഡികൾ. ഇതുകൊണ്ട് എന്താണ് കവിതയിൽ ആക്ച്വലി കവി ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പോൾ എന്താണ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പോയം ദ വേർഡ്സ് ഹേർട്ട്, സിന്യു ആൻഡ് നെർവ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? അതായത് ഒരു മനുഷ്യൻ്റെ ഇന്നർ സ്ട്രെങ്ത്തിനെയും ഡിറ്റർമിനേഷനെയാണ് കേട്ടോ ഇത് കൂടുതലായിട്ട് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിലൂടെ സിംബോളൈസ് ചെയ്യുന്നത് അവരുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സ്ട്രെങ്ത്തിനെയാണ്. ഇത് ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസിലും അവരെങ്ങനെയാണ് എന്താണ് ഫിസിക്കലി ഓർ മെൻ്റലി സ്ട്രോങ് ആവേണ്ടത് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ ഒരു വേർഡ്സ് കൊണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷുഡ് വി ആക്ച്വലി റിസ്ക് ഓൾ അവർ വിന്നിങ്സ് ഇൻ എ ഗെയിം ഓഫ് പിച്ച് ആൻഡ് ടോസ് ഓർ ഈസ് ഇറ്റ് എ മെറ്റഫർ? അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? പിച്ചിൻ്റെയും ടോസിൻ്റെയും കളിയിൽ അല്ലേ, പിച്ച് നമ്മളിപ്പോൾ എന്താണ് ടോസ് എറിയാല്ലേ. അപ്പം അത്തരത്തിൽ എന്താണ് നമ്മുടെ എല്ലാ വിജയങ്ങളെയും നമ്മൾ പണയപ്പെടുത്താനാണ് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഈ കവിതയിലൂടെ ഇത് എന്താണ് ഒരു മെറ്റഫർ ആയിട്ടാണോ പറയുന്നത്? ഷുഡ് ബി ആക്ച്വലി റിസ്ക് ഓൾ അവർ വിന്നിങ്സ് ഇൻ എ ഗെയിം ഓഫ് പിച്ച് ആൻഡ് ടോസ് ഓർ ഈസ് ഇറ്റ് എ മെറ്റഫർ എന്ന്. അപ്പോൾ ഇവിടെ എന്താണ്
ഇവിടെ കവിതയിൽ ആക്ച്വലി മീൻ ചെയ്യുന്നത് ഇതൊരു മെറ്റഫറാണ്. മെറ്റഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അതായത് ചില കാര്യങ്ങൾ കവിത ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അതിന് ഒരു ഇൻട്രാക്ഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വിവിഡായിട്ടുള്ള രീതിയിലേക്ക് കുറച്ചും കൂടെ മോർ ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ വൺ ഓഫ് ദം ആണ് മെറ്റഫർ എന്ന് പറയുന്നത്. അതായത് രണ്ട് അൺലൈക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്താണ് ഒന്ന് മറ്റൊന്നിനോട് ഉപമിക്കാന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അല്ലേ, കമ്പയർ ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ദ ക്ലാസ് റൂം വാസ് എ സൂ. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ക്ലാസ് റൂമിനെ സൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗശാല അല്ലേ, മൃഗശാലയുമായിട്ട് എന്താണ് കമ്പയർ ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അതായത് ക്ലാസ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതിന് എന്തോടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, സൂ ആയിട്ട് മൃഗശാലയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ, അതായത് ശരിക്കും ഇപ്പം ആ ഒരു ക്ലാസ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗശാല പോലെ അത്രയ്ക്കും നോയ്സി ആയിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. മെറ്റഫറും സിമിലിയും ഏകദേശം സിമിലാരിറ്റീസ് വെച്ച് പോകുന്നുണ്ട്. സിമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും സിമിലി ഡിനോട്ട് ചെയ്യുന്നത്. മെറ്റഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അൺലൈക്ക് തിങ്സിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്ന രീതിയിലേക്ക്. അപ്പോൾ ഇവിടെ ഷുഡ് വി ആക്ച്വലി റിസ്ക് ഓൾ അവർ വിന്നിങ്സ് ഇൻ എ ഗെയിം ഓഫ് പിച്ച് ആൻഡ് ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി മെറ്റഫറാണ് കേട്ടോ വരുന്നത്. ഇത് ലിറ്ററലി ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സിംബോളൈസ് ചെയ്യുന്നത് നമ്മൾ എന്താണ്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചാൻസ് എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഉണ്ടാകുന്നതല്ലേ, അതൊക്കെ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതാണ് ആക്ച്വലി അതിൻ്റെ മീനിങ് വരുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഷുഡ് വി നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് അവർ ലോസ്. അപ്പോൾ എന്താണ് 11ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, നിങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഒരു വാക്ക് പോലും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട്. വൈ ഷുഡ് വി നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് അവർ ലോസ് അല്ലേ. നഷ്ടങ്ങളുണ്ടായാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നതെന്നാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതെങ്ങനെ, നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് മിണ്ടാതിരിക്കുന്നതെന്ന് പറയാൻ കാരണം, ബിക്കോസ് ഈ ഒരു പോയത്തിൽ തന്നെ എംഫസൈസ് ചെയ്യുന്നുണ്ട് നമ്മളൊരു കമ്പോഷർ, റെസീലിയൻസ് ഒക്കെ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് സ്വീകരിക്കാനുള്ള മനോഭാവം ഉണ്ടാവണമെന്ന്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്താണ് ആ ലോസിൽ നിന്നും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വൈ ഷുഡ് ബി നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് അവർ ലോസിൽ നമ്മളൊരിക്കലും എന്താണ് നമ്മുടെ നഷ്ടത്തെക്കുറിച്ചിട്ട് മിണ്ടുന്നില്ല, അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന്. അതിനെക്കുറിച്ചിട്ടാണ് അവിടെ എഴുതേണ്ടത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് വിൽ അല്ലേ. വില്ലിനെ കുറിച്ചിട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്നാണ്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലേക്ക് കേട്ടോ ഇവിടെ വില്ല് പറയുന്നത്. ഇവിടെ എന്താ, ദ സ്പിരിറ്റ് ഓഫ് നെവർ ഗിവിങ് അപ്പ് അഗെയിൻസ്റ്റ് ഓഡ്സ്. അതെന്താ ഉദ്ദേശിക്കുന്നത്, അതായത് പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ ഒരിക്കലും തളരാതിരിക്കാനുള്ള മനസ്സെന്നാണ് ദ സ്പിരിറ്റ് ഓഫ് നെവർ ഗിവിങ് അപ്പ് അഗെയിൻസ്റ്റ് ഓഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായിരുന്നോ അതിൻ്റെ ആൻസർ വരുന്നത്? ആണല്ലേ. ഒരു വില്ല് ചെയ്യുക, നമ്മൾ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഇപ്പം പറഞ്ഞിരിക്കുന്ന വേർഡ് അതിൻ്റെ കൂട്ടത്തിൽ 100% കൂറ് പുലർത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാവാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്നതവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നോക്കാം. ദ ഒപ്റ്റിമിസം കെപ്റ്റ് ഇൻ ടൈംസ് ഓഫ് ഡെസ്പെയർ. അതായത് എന്താണ്, നിരാശയുടെ സമയങ്ങളിൽ നിലനിർത്തുന്ന ശുഭാപ്തി വിശ്വാസം. ഇതാണ് ദ ഒപ്റ്റിമിസം കെപ്റ്റ് ഇൻ ടൈംസ് ഓഫ് ഡെസ്പെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണോ ഈ ഒരു വില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല അല്ലേ. അപ്പം എന്താണ്, ഇത് തെറ്റാണ്. കാരണം ശുഭാപ്തി വിശ്വാസം നല്ലതാണ്, പക്ഷെ എന്നാലും ഇവിടെയുള്ള വില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. ആൻഡ് ദ റേഞ്ച് ഫെൽറ്റ് വെൻ വി ഫീൽ റോങ്ഡ്. അതെന്താണ്, നമ്മൾ തെറ്റ് ചെയ്തതായി തോന്നുമ്പോൾ തോന്നുന്ന കോപത്തെയാണ് ഇവിടെ പറയുന്നത്. ആണോ? അതുമല്ല ഇതിനെ എക്സാക്റ്റ് വില്ലായിട്ട് പറയുന്നത്. ആൻഡ് ദ ഇമോഷൻ വിച്ച് മേക്സ് അസ് അവോയ്ഡ് ഓൾ ഡേഞ്ചർ. അതെന്താണ്, എല്ലാ അപകടങ്ങളിലും ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന വികാരം ആണോ?
അപ്പോൾ അതുമല്ല. അപ്പം കുറച്ചും കൂടെ ആപ്റ്റായിട്ട് വരുന്നത് ഏതാണ്? ദ സ്പിരിറ്റ് ഓഫ് നെവർ ഗിവിങ് അപ്പ് എഗെയിൻസ്റ്റ് ഓഡ്സ്. നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കുക എന്നാണല്ലോ. അപ്പോൾ നേടിയെടുക്കുന്നതിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതികൂല സാഹചര്യങ്ങളിലെ എതിരെയെങ്കിലും ഒരിക്കലും തളരാതിരിക്കാനുള്ള ആ ഒരു മനസ്സിനെയാണ് നമ്മൾ വില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ഇൻ വാട്ട് മാനർ ഷുഡ് വി ടോക്ക് ടു ദ ക്രൗഡ് ആൻഡ് വിത്ത് കിങ്സ്. അപ്പോൾ എന്താണ് 13ാമത്തെ ക്വസ്റ്റ്യൻ? ജനക്കൂട്ടത്തെയും രാജാക്കന്മാരോടും എങ്ങനെ സംസാരിക്കണം എന്നാണ് കവിതയിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നാണ് കവിതയിൽ പറയുന്നത്? അപ്പോൾ ഈ ഒരു പോയം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ജനക്കൂട്ടത്തിനോട്, ക്രൗഡ്സിനോടാണെങ്കിലും കിങ്ങിനോടാണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഒരു കോമൺ ടച്ച് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എല്ലാവരെയും, രാജാവായിക്കോട്ടെ കോമണർ ആയിക്കോട്ടെ, എല്ലാവരെയും ഒരു ഈക്വൽ റെസ്പെക്റ്റോട് കൂടെ നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. അപ്പം കൂടുതൽ എന്താണ്, ശരിക്കും നമ്മുടെ പവർ ഇരിക്കുന്നത് നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ആൻസറായിട്ട് എഴുതി കൊടുക്കേണ്ടത് അതാണ് കേട്ടോ. ജനക്കൂട്ടത്തെയും രാജാക്കന്മാരുടെയും എങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം പറഞ്ഞ കാര്യമാണ് എഴുതേണ്ടത്. everyone with respect and not letting social status or power change how you interact with the people എന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ക്യാൻ അവർ ഫ്രണ്ട്സ് ഹാം അസ്. അതായത് എന്താണ്, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ എങ്ങനെ ഉപദ്രവിക്കാൻ കഴിയും, നമ്മളുടെ സുഹൃത്തുക്കൾക്ക് എങ്ങനെ നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുമെന്നാണ് കവിതയിൽ പറയുന്നത്. അതെന്താണ്, ഒന്നെങ്കിൽ ക്രിറ്റിക്കൽ ആവുക അല്ലേ, അവർക്ക് ഓവർ ക്രിറ്റിസൈസ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്കതെന്തോ പോലെ തോന്നൂലേ, നമ്മളെ കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ. പിന്നെ ആണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലേ അവർ, അല്ലെങ്കിൽ നമ്മളുടെ ട്രസ്റ്റ് നമ്മുടെ ട്രസ്റ്റിനെ തകർക്കുന്ന രീതിയിലേക്ക്, ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ആണെങ്കിൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മളെ കൂടുതൽ അത് വേദനിപ്പിക്കൂലേ. അപ്പം ഇത് ടിപ്പിക്കലി മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏതെങ്കിലും ഒരു വേയിൽ ഡിസപ്പോയിൻറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഡിസപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഫ്രണ്ട്സിനെ അല്ലേ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ അത്തരത്തിൽ നമ്മളെ ഹാം ചെയ്യാൻ പറ്റും എന്നതാണ് കവി പറയുന്നത്. എൻ്റെ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഷുഡ് എ പേഴ്സൺ നോട്ട് ഹാവ് പീപ്പിൾ ഹൂ കൗണ്ട് വിത്ത് ദം ടു മച്ച്. ഇവിടെ കൗണ്ട് എന്താണ്, ഇമ്പോർട്ടൻ്റ് എന്നാണ് കേട്ടോ. കൗണ്ട് വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു വ്യക്തിക്ക് എന്തിനാണ് അമിതമായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആളുകൾ ഉണ്ടാക്കാത്തത് എന്നാണ് കവിയുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ഒരു കവിതയിൽ പോയറ്റ് അഡ്വൈസ് ചെയ്യുന്നുണ്ട് ഹാവിങ് പീപ്പിൾ ഹു കൗണ്ട് വിത്ത് അസ് ടു മച്ച്. ബിക്കോസ് എന്തുകൊണ്ടാണ് കൗണ്ട് വിത്ത് അസ് ടു മച്ച് എന്ന് പറയുന്നത്, അതായത് അവിടെ ഒരു വാണിംഗ് കൊടുക്കുകയാണ് അല്ലേ, നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യരുത്, കൂടുതലായിട്ട് ഒരാളിലും ഡിപ്പെൻഡൻ്റ് ആവരുതെന്ന്. അപ്പം അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് ഓവറായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക അവരുടെ ഒപ്പീനിയൻസിനെ, കാര്യങ്ങളെയൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിൽ അതിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ്, ഡിസ്ട്രാക്ഷൻ വരുത്താൻ അതിന് കഴിയുമെന്നാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ആൻഡ് ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫില്ലിങ് എ മിനിറ്റ്. അത് ഒരു മിനിറ്റ് നിറയ്ക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ കവി എന്താണ് ആക്ച്വലി ആ ഒരു മിനിറ്റ് കൊണ്ട്, ഒരു മിനിറ്റിൽ നിറയ്ക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മെയിനായിട്ടിത് ടൈം തന്നെ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയണം സമയം എന്താണ്, വാല്യുബിൾ ആണ്, വിലപ്പെട്ടതാണെന്ന്. അപ്പം ആ ഒരു സമയത്തിനെ അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം എന്താണ്, ഇറ്റ് ഈസ് അബൌട്ട് നോട്ട് വേസ്റ്റിംഗ് ടൈം അല്ലേ, ടൈമിനെ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്, കൂടുതലായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യണം. ഫോർ എവറി സെക്കൻഡ് ടു അക്കംപ്ലിഷ് സംതിങ് വർത്ത് വൈൽ അല്ലേ, നമുക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു നമുക്ക് കിട്ടുന്ന സമയത്തെ വില മതിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്.
അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും 16ഓളം ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, ആൻസേഴ്സ് അതേപോലെ തന്നെ എഴുതാനും നോക്കുക നോട്ട്സിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്